ഗെയ്സ് നമസ്കാരം, സന്തോഷ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലെ ദക്ഷിണകാശി അറിയപ്പെടുന്ന കൊട്ടിയൂരിലാണ്. കൊട്ടിയൂർ പിന്നെ ഇടവമാസത്തിലെ ചോതി നക്ഷത്രത്തിൽ തുടങ്ങി മിഥുനമാസത്തിലെ ചിത്തിരയിൽ അവസാനിക്കുന്ന ഉത്സവമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ജനുവരിയിൽ ഈ സമയത്താണ് നമ്മൾ ഇവിടെ വരുന്നത്. ഇതിലെ പോകാറുണ്ടെങ്കിലും വാഹനങ്ങളിൽ പോകുന്ന കാരണം നമുക്കവിടെ ഇറങ്ങാൻ സാധിക്കാറില്ല. ഇന്ന് നമ്മൾ ബൈക്കിൽ വന്ന് ഇവിടെ ഇറങ്ങി. അപ്പോൾ പഴയ തിരക്കൊന്നുമില്ല. അപ്പോൾ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് ദൂരെ കാണുന്നത്. അപ്പോൾ ദേവസ്വത്തിൻ്റെ വിശ്രമ മന്ദിരം കാണാം. കവാടത്തേൽ അക്കരെ കൊട്ടിയൂർ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു വിളക്ക് കാണാം. പാർക്കിംഗ് ഏരിയ കാണാം. അപ്പോൾ ക്ഷേത്രത്തിൽ വൈകുന്നേരത്തെ ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്, ദീപം ഒക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാം. അപ്പോൾ നടന്നു വരുന്ന ഒരു ചേട്ടൻ നടന്നു വരുന്നുണ്ട്. പ്രസാദമെല്ലാം വാങ്ങി ചേട്ടൻ നടന്നു വരികയാണ്. അപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ കടക്കാണ്ടിരിക്കാൻ വേണ്ടി. ഇനി അറിവില്ലാതെ ആരെങ്കിലും വാഹനമായിട്ട് കയറണ്ട എന്നുള്ള രീതിക്ക് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു, ആൾക്കാർ കയറുമൊന്നുമില്ലായിരുന്നു. ഇപ്പം കർണാടകത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങിയതുകൊണ്ട് അവർക്ക് അറിയില്ലല്ലോ. അവർ നേരെ വാഹനങ്ങളുമായിട്ട് അങ്ങോട്ട് കയറും. പിന്നെ അത് സംഭവത്തിൽപ്പെടുന്ന കാരണം അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദേവസ്വത്തിൻ്റെ പോലീസ് സൈഡ് പോസ്റ്റ്, ബസ് പാർക്കിംഗ് ഏരിയ ഒക്കെ നമുക്കവിടെ കാണാൻ കേട്ടോ. ഒരു കാലത്ത് നമുക്ക് ആ ഉത്സവം നടക്കുന്ന സമയത്ത് ശബരിമല കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു സീസൺ ടൈമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ്. ആ സമയത്ത് നമുക്ക് ഗുരുവായൂരിലേക്കാളും തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇടവമാസത്തിലെ ചോതി നക്ഷത്രത്തിൽ ആരംഭിച്ച് മിഥുന മാസത്തിലെ ചിത്തിര നക്ഷത്രത്തിൽ അവസാനിക്കുന്ന ഉത്സവം വളരെ കേരളത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും, ഇപ്പം പുറത്തുനിന്ന് കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം വിപുലീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 2.5 ഏക്കർ സ്ഥലം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ UFO ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്, എറണാകുളത്തേക്കുള്ള വണ്ടി. പുരാണങ്ങളെപ്പോലെ തന്നെ ഐതിഹാസികമായ കുറേ ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. ദക്ഷൻ്റെ യാഗം നടന്ന സ്ഥലം, സതീദേവി ജീവത്യാഗം ചെയ്ത സ്ഥലം, അതിനുശേഷം ശിവൻ ദക്ഷൻ്റെ തലവെട്ടാനുണ്ടായ വീരഭദ്രനെ കൊണ്ട് ദക്ഷൻ്റെ തലവെട്ടിയെടുക്കുകയും അവിടെ താണ്ഡവം നടത്തുകയും അതിനുശേഷം അത് കുറച്ച് സമുദായക്കാർ ഒരു ദിവസം അത് ദക്ഷയാഗം മുടങ്ങുകയും അതിനുശേഷം കുറച്ച് സമുദായക്കാർ അവിടെ വന്ന് ഒരു അമ്പ് മൂർച്ച കൂട്ടുന്ന സമയത്ത് അവിടെ കല്ലിൽ രാകുമ്പോൾ അതിൽ നിന്ന് രക്തം വരികയും അവിടെ പിന്നീട് ഒരു ശിവലിംഗം ഉയർന്നു വരികയും പിന്നീട് ശങ്കരാചാര്യരുടെ നേതൃത്വത്തിൽ കുറേ പൂജകളും ക്രിയകളുമായി ഉത്സവം ആരംഭിച്ചു എന്നൊക്കെയാണ് ഇവിടുത്തെ ഐതിഹ്യങ്ങളിൽ പറയുന്നത്. വിപുലമായി കുറേ ദൂരത്തേക്ക് പറയാനുണ്ട്. അപ്പോൾ അതിൽ പറയാനുള്ളത് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദക്ഷൻ്റെ താടി എന്ന് പറയുന്നത് നമ്മുടെ ആടിൻ്റെ തലയോട് ഉപമിക്കുന്നതായിരിക്കാം. പഴയകാലത്ത് ആടിൻ്റെ നീളം കൂടിയ താടീൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നൊരു തുമ്പ് പോലെ നിൽക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതായിരിക്കാം അന്നത്തെ കാലത്ത് ഈ ദക്ഷൻ്റെ താടിയോട് ഉപമിച്ചത്. ആടിൻ്റെ തല വെച്ചപ്പോൾ അപ്പോൾ ആ താടിയോട് ഉപമിച്ചായിരിക്കാം ഓടപ്പൂ പ്രസാദമായിട്ട് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എവിടെയെങ്കിലും കണ്ടതായിട്ട് എനിക്കറിയില്ല, പൂർണ്ണമായിട്ടും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഉത്സവവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഇപ്പോൾ റോഡും പ്രദേശവും എല്ലാം വിജനമാണ്. പണ്ട് ഈ ഉത്സവം നടക്കുന്ന സമയത്ത് ഇതേപോലെ കാട് പിടിച്ചൊന്നുമല്ല കിടക്കുന്നത്, ഫുൾ വെട്ടിത്തെളിച്ച് ഇവിടെയെല്ലാം ഫുൾ കടകളായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിക്കോട് നിന്നും പോകുന്ന ബസ്സാണ് പോയത്. കോഴിക്കോട് നിന്ന് കൊട്ടിയിലേക്ക് പോകുന്ന ഗ്ലോറിയ ബസ്സാണ് കടന്നു പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ എന്നാ വെച്ചാൽ, മുന്നോട്ട് നടക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഇടത് ഭാഗത്തേക്ക് തിരിയുമ്പോൾ ബാവലിപ്പുഴ, അതാണ് അതിലെയാണ് പണ്ടെന്നല്ല, ഉത്സവം നടക്കുന്ന സമയത്ത് പ്രവേശത്തിലേക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് ആദ്യം പ്രവേശനം ഇതുവഴിയായിരുന്നു. ഇതുവഴി അവിടെ ഒരു പാലമുണ്ട്, അത് കടന്നു ചെല്ലുമ്പോൾ ഒരു പാലം. ഓക്കെ ഗൈസ്.